നിർബന്ധമാക്കാൻ പറ്റത്തില്ല എന്ന് സുപ്രീം കോടതി വിധി വന്നതുകൊണ്ടാണ് മറ്റ് രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്നേരം തന്നെ വളരെ ഡ്യൂപ്ലിക്കേഷൻ കണ്ടു. എങ്ങനെയാണ് ഇതിൽ ഡ്യൂപ്ലിക്കേഷൻ വരുന്നത്? ഞാൻ ഉദാഹരണത്തിന് പറയാം. മിക്ക ക്ഷേമനിധി ബോർഡിലും ഇതിൽ ഡ്യൂപ്ലിക്കേഷൻ വരാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അതൊന്നെങ്കിൽ ALOയുടെ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ വേറെ ഒരു സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നാലാമത്തെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയന്റെ സർട്ടിഫിക്കറ്റ് മതി. ട്രേഡ് യൂണിയന്റെ സർട്ടിഫിക്കറ്റ് മതി എന്നുള്ള പ്രൊവിഷൻ വരുമ്പോൾ ട്രേഡ് യൂണിയന്റെ പേരിൽ നാട്ടിലുള്ളവരെ മൊത്തം അംഗങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന ആകെ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ, ഒന്നെങ്കിൽ ട്രേഡ് യൂണിയന്റെ കൂടെ മറ്റേതെങ്കിലും ALOയുടെയോ പഞ്ചായത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ അനിവാര്യമാണ് എന്ന് കൊണ്ടുവന്നപ്പോൾ ഏറ്റവും ശക്തമായി എതിർത്തത് CIT ആണ്. ഒരു കാരണവശാലും അനുവദിക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ സുപ്രീം കോടതി വിധിയുടെ വന്നുകൊണ്ടാണ് അന്ന് മുന്നോട്ട് പോകാൻ പറ്റാതെ പോയത്. അതുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് എന്നുള്ളതിൽ അനർഹരായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള കണക്കുകളുണ്ട്. അനർഹരായിട്ടുള്ളവർ ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് ആ പഴുതുകൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് അവസാനിപ്പിക്കാം. അതിന്റെ കൂടെ ആധാറോട് ലിങ്ക് ചെയ്ത് സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ പെൻഷൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിനെ ഞങ്ങൾ പിന്തുണയ്ക്കാം. ഇനി ഒരു കാര്യം കൂടി, ഇപ്പോൾ അങ്ങ് ഈ പാവപ്പെട്ടവർക്ക് ഈ പറയുന്ന അർഹമായ നീതി കിട്ടാതെ പോകുന്നു എന്ന് വിമർശനാത്മകമായി പറയുമ്പോൾ ശ്രീമതി J. മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി മുന്നോട്ട് വയ്ക്കുകയും വന്ന ഉടൻ തന്നെ അത് നടപ്പാക്കുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പെൻഷൻ കുടിശ്ശിക അത് തീർത്ത് തന്നെ നൽകുമെന്നാണ്. അതവർ ചെയ്തില്ലേ സർ? എന്ന് മാത്രമല്ല, ഒരു മാസത്തെ അഡ്വാൻസ് കൂടി, നടക്കുന്ന മാസത്തെ അഡ്വാൻസ് കൂടി നൽകുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ആരുടെ ആർജവം, ആരുടെ പ്രതിബദ്ധത, ഇതൊക്കെയാണ് സംശയിക്കപ്പെടുന്നത്. വേണു, ഒരു കാര്യം പറയാം. ഞാൻ കൈകാര്യം ചെയ്ത വകുപ്പിൽ തൊഴിലാളി ക്ഷേമ പെൻഷനുകൾ കഴിഞ്ഞ ജാനുവരിയും ഫെബ്രുവരിയും വരെ കൊടുത്തിട്ടാണ് ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് മാറിയത്. ചില പെൻഷനുകൾ കുടിശ്ശികയുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിനുശേഷം അതല്ല ഇവിടുത്തെ വിഷയം. അന്ന് ഇതെല്ലാം കൂടെ കൊടുത്തത് പിന്നീട് പോക്കറ്റ് അടിക്കാനാന്ന് ആരും പറഞ്ഞില്ലല്ലോ. അതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ ഗവൺമെന്റ് കയറി ആദ്യത്തെ ക്യാബിനറ്റ് 1000 രൂപ തീരുമാനിച്ചു, നടപ്പിലാക്കുന്നു, ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ അതിനുശേഷം ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനും ബാക്കിയെല്ലാം ഇപ്പൊ അത് ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ എന്നെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ പാർട്ടിക്കാർ കൊണ്ട് കൊടുത്തു. ആ പാർട്ടിക്കാർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. എന്നാൽ അതൊരു പാർട്ടി പരിപാടിയാക്കി ആക്കാൻ നോക്കി അതിന്റെ ഒരു നേട്ടം കൊയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് സ്വാഭാവികമാണ്. ഏത് ഗവൺമെന്റ് വന്നാലും അങ്ങനെയൊക്കെ ശ്രമിക്കും. പക്ഷെ അവിടെ തുടങ്ങിയ ഡൈല്യൂഷൻ അതിന് ശേഷം വന്നപ്പോഴാണ് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടതുകൊണ്ടും അതുകൊണ്ടാണ് 2-2.5 മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു ഉത്തരവിറക്കിയത്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ട്രേഡ് യൂണിയനുകൾക്ക് അന്നേരം വിവരമറിയാം. അന്നത്തെ ദിവസത്തിനൊരു പ്രാധാന്യമുണ്ടല്ലോ. മോഡി നോട്ട് പിൻവലിച്ചു, സംസ്ഥാന ഗവൺമെന്റ് പെൻഷൻ പിൻവലിച്ചു. രണ്ടും ഒരേ ദിവസമാണ്, നവംബർ 8-നാണ്. അതുകൊണ്ട് ബാക്കിയുള്ള പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടില്ലെന്നേ ഉള്ളൂ. അന്ന് അങ്ങനെ ഒരു ഉത്തരവിറങ്ങിയ ഒരാഴ്ചക്ക് അത് തിരുത്തണ്ടായോ? ശരി, ഇതിപ്പോ വാർത്ത വന്നതിന് ശേഷം തിരുത്തുന്നു എന്ന് പറയുന്നത് തന്നെ പിടിക്കപ്പെട്ടപ്പോൾ കൈവെക്കുന്ന നിലയിലില്ലയോ? ശരി, അങ്ങയിലേക്ക് ഞാൻ തിരികെ എത്താം. ഡോക്ടർ മേരി ജോർജ്, ഇവിടെ ആദ്യം വളരെ അനുതാപത്തോടെയുള്ള നടപടികൾ പ്രഖ്യാപിക്കുന്നു, കുടിശ്ശിക തീർക്കുന്നു, നടപ്പ് മാസത്തേതും കൂടെ കൊടുക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. പിന്നീട് ഇത് ശുദ്ധീകരിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് കടുത്ത നടപടികളിലേക്ക് പോകുന്നു. ഇത് ശരിയായൊരു സമീപനമാണോ? ഇതിപ്പോൾ 21,171 പേരുടെ EPF-ഉമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളാണ് തടസ്സപ്പെടാൻ പോകുന്നത്. ഈ 21,171 പേരിൽ സാധാരണക്കാരായവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ട് ഗൗരവതരമായി ഈ സർക്കാർ പരിശോധിക്കേണ്ടതല്ലേ? ക്ലീനപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും സാധാരണക്കാരായവർക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ അത് അതിവേഗം പരിശോധിച്ച് പരിഹരിക്കേണ്ട സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഈ സർക്കാരിന് വീഴ്ച വന്നിട്ടുണ്ടോ ഇല്ലയോ? ഡോക്ടർ മേരി ജോർജ്. മിസ്റ്റർ വേണു, എൻ്റെ അഭിപ്രായത്തിൽ ഏത് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലാണെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പെൻഷനാണ് ലഭിക്കുവാൻ അർഹതയുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും രാഷ്ട്രീയം കളിച്ചാണ് ഒന്നിലധികം പെൻഷൻസ് ഓരോരുത്തർക്ക്, ഒരുപാട് പേർക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. രാഷ്ട്രീയം കളിച്ച് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഖജനാവ് ശുഷ്കമായി പോകുന്നു. ഒരു പെൻഷൻ അത് മിനിമം എത്രയായിരിക്കണം എന്ന് തീരുമാനിക്കുക. അതായത് കേരളത്തിലെ സ്ഥിതി അനുസരിച്ച് ഒരു മിനിമം പെൻഷൻ ലഭിക്കുമ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു മാസം മുൻപോട്ട് പോകാൻ കഴിയുമോ? ആ തരത്തിലുള്ള പെൻഷൻ ഫിക്സ് ചെയ്യുക.
ആ ഒറ്റ പെൻഷൻ മാത്രം, അതായത് ആരും തന്നെ ഒന്നിലധികം EPF പെൻഷൻ ആണ് എങ്കിൽ അതെത്രയാണ്, അതല്ല അതിനോടൊപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കണോ, അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഡ്യൂപ്ലിക്കേഷൻ വരുന്നത്. അപ്പോഴാണ് കള്ളന്മാരും ഇതിനകത്ത് പെട്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനമായിട്ട് ഉള്ളത് 58,973 കോടി രൂപയാണ്. അതായത് 2016-17 ബജറ്റിൽ തനത് വരുമാനമായിട്ട് കേരളം ത്തിന് ലഭിക്കുമെന്ന് ബജറ്റിൽ പറയുന്നത്. അതേ സമയത്ത് 15,503 കോടി രൂപയാണ് പെൻഷൻ പേയ്മെൻറ്റിന് മാത്രമായിട്ട് നീക്കി വച്ചിരിക്കുന്നത്. എന്ന് വച്ചാൽ തനത് വരുമാനത്തിൻ്റെ 26% പെൻഷൻ പേയ്മെൻറ്റിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ശമ്പളവും പെൻഷനും കൊടുത്തു കഴിഞ്ഞാൽ കാലിയാവുന്ന ഖജനാവാണ് കാലാകാലങ്ങളിൽ കേരളത്തിനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു പെൻഷൻ എന്നതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. പക്ഷേ ആ ഒരു പെൻഷൻ കൊടുക്കുമ്പോൾ അത് എത്ര രൂപയുണ്ട്, അവരുടെ മിനിമം ജീവിതത്തിന് സാധ്യതയുണ്ടോ, അതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. എല്ലാവർക്കും ആവശ്യം പോലെ പല പെൻഷൻസ് അല്ലെങ്കിൽ ഒരേ പെൻഷൻ തന്നെ കൂട്ടിക്കൊടുത്തല്ല ബുദ്ധിമുട്ടുകൾ തീർക്കേണ്ടത്. ഇവിടെ തീരെ ദരിദ്രരായിട്ടുള്ളവർക്ക് 30-35 കിലോ അരി ഒരു മാസം വെറുതെ ലഭിക്കുന്നു. അതിനേക്കാൾ തൊട്ടു മുകളിലുള്ള BPL ജനത്തിനാണെങ്കിൽ 2 രൂപയ്ക്ക് 1 കിലോ അരി എന്ന കണക്കിന് 3 രൂപയ്ക്ക് 1 കിലോ ഗോതമ്പ് എന്ന കണക്കിന് ഭക്ഷ്യഭദ്രതാ നിയമത്തിൽ ലഭ്യമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേമരാഷ്ട്ര സങ്കല്പം മുൻപോട്ട് വയ്ക്കുന്ന ഏത് ഗവൺമെൻറ് ആണെങ്കിലും വിദ്യാഭ്യാസം, ആരോഗ്യം ഈ രംഗത്ത് സുരക്ഷ ഉറപ്പുവരുത്തുക, അവിടെ സാധാരണക്കാർക്ക് നീതി ലഭിക്കുക, വിദ്യാഭ്യാസം ലഭിക്കുക, ആരോഗ്യം ലഭിക്കുക, അതിനുള്ള അവസരം ഒരുക്കുക, അവരെ സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് തള്ളിവിടാതെ. അപ്പോൾ ഈ തരത്തിലുള്ള പദ്ധതികൾ വഴിയായിട്ട് ഒരു വശത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, മറുവശത്ത് അവർക്ക് വേണ്ടത്ര, അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി അനുസരിച്ച് പാചകവാതകം പോലും ഫ്രീ ആയിട്ട് കിട്ടുന്നു തീരെ ദരിദ്രരായ ജനവിഭാഗത്തിന്. അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ഇതിൻ്റെയൊക്കെ ഇങ്ങടെ മൂല്യം ഒന്നിച്ചിട്ട് വേണം നാം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതി, അതുമല്ലെങ്കിൽ ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കാൻ. അപ്പോൾ നമ്മൾ വേറെ അതുപോലെ തന്നെ വളരെ അത്യാവശ്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാരിക്കോരി വെറുതെ കൊടുക്കുക, ഏത് ഗവൺമെൻറ് അത് ചെയ്താലും ഖജനാവിനെ ശുഷ്കമാക്കുന്നു എന്ന് മാത്രമല്ല അതുകൊണ്ട് സംഭവിക്കുന്നത്, ആശ്രിത മനോഭാവം മനുഷ്യരിൽ സൃഷ്ടിക്കും. അങ്ങനെ ആശ്രിത മനോഭാവം സൃഷ്ടിക്കുമെന്നല്ല LDF അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്, കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ്. അപ്പോൾ കാര്യക്ഷമത ആരുടെയൊക്കെ കാര്യക്ഷമതയാണ് വർദ്ധിപ്പിക്കേണ്ടത്? സംസ്ഥാന ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥരുടെ മാത്രമല്ല, മന്ത്രിമാരുടെ മാത്രമല്ല, ഭരണീയരായിട്ടുള്ള ജനങ്ങളുടെ കാര്യക്ഷമതയും വർദ്ധിപ്പിക്കണം. അതായത് ജോലി ചെയ്ത് അന്നം നേടാൻ സാധ്യതയുള്ളവർക്ക് അതിനുള്ള അവസരം ഒരുക്കണം. അല്ലാതെ എല്ലാം വെറുതെ, അതായത് ഒരു പെൻഷനോടൊപ്പം വേറൊരു പെൻഷൻ, ഇങ്ങനെ പെൻഷനുകൾ അതായത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ യൂണിയൻ നേതാക്കന്മാർക്ക് ഇത്തരം കാര്യങ്ങളെയൊക്കെ വളരെ ലാഘവ ബുദ്ധിയോടെ കാണാം. പക്ഷേ അല്ലാതെയുള്ള ഇപ്പോൾ എന്നെ പോലുള്ളവർക്കാണെങ്കിൽ അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ഈ ഖജനാവിലുള്ളത് എന്ന് പറയുന്നത് മഞ്ഞ പൊഴിയുന്നത് പോലെ വന്നതല്ല. ഇവിടുത്തെ ജനം നികുതിയായിട്ട് കൊടുത്ത് സംഭരിച്ചിരിക്കുന്നതാണ്. അങ്ങനെ സംഭരിച്ചിരിക്കുന്നതിന് നിയതമായ ലക്ഷ്യങ്ങളോടുകൂടി പദ്ധതികളോടുകൂടി തന്നെ ചെലവാക്കേണ്ടതാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ വേണം നാം ഈ പെൻഷൻ പദ്ധതിയെ പറ്റി തീരുമാനിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഒരു പെൻഷൻ എന്ന ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ധനമന്ത്രിയുടെ തീരുമാനം അതാണ് സത്യസന്ധമായ ശരിയായ സാമ്പത്തിക അവലോകനത്തോടു കൂടിയുള്ള തീരുമാനം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ, ആദ്യം ഓരോരോ ചോദ്യങ്ങൾക്കുള്ള മറുപടി. ഒന്ന്, ശ്രീ ആർ ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാട്ടിയ കാര്യം, 21-ാം തീയതി മുഖ്യമന്ത്രിയുടെ മുൻപാകെ ഇത് നേരെ പോയി പറയുകയും കത്ത് നൽകുകയും ചെയ്തു. 1 മാസം ഏകദേശം കഴിയുകയാണ്. എന്നിട്ട് ഇന്നറിഞ്ഞു നാളെ തീർക്കുമെന്ന് പറയുന്ന ഈ ചടുലത ഈ 1 മാസത്തോളം എന്തുകൊണ്ട് കാട്ടിയില്ല എന്നതിൽ നിഗൂഢതയുണ്ട്. ആദ്യം തന്നെ ഞാനൊരു കാര്യം വ്യക്തമാക്കാം.
ഇപ്പോൾ മിസ്റ്റർ ഷിബു ബേബി ജോൺ പറഞ്ഞതുപോലെയും ശ്രീ ചന്ദ്രശേഖരൻ അദ്ദേഹം പറഞ്ഞതുപോലെയും ഗവൺമെൻറ് ഒരു ഗൂഢമായ ഒരു ലക്ഷ്യവും ഇക്കാര്യത്തിലില്ല. എല്ലാവർക്കും ഒരു പെൻഷൻ എന്നതാണ് ഗവൺമെൻറ് പ്രഖ്യാപിത നയം. ആ ഒരു പെൻഷൻ്റെ പ്രഖ്യാപിത നയത്തിൻ്റെ ഭാഗമായി അതിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നവരെ പരിശോധിക്കാനുള്ള ഗൈഡ് ലൈൻ മാത്രമേ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ളൂ. ഒരാളുടെയും പെൻഷൻ നിഷേധിച്ചിട്ടില്ല. ആ ഗൈഡ് ലൈൻ ഇറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഗൈഡ് ലൈനിൽ വന്നു പോയതാണ് EPF-ന്റെ കാര്യം. ആ ഗൈഡ് ലൈനിൽ വന്ന EPF-നെയാണ് ഞങ്ങൾ അത് ഒഴിവാക്കുമെന്ന് പറയാം. അല്ലാതെ EPF ഈ കാര്യം ചൂണ്ടിക്കാട്ടി INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ കണ്ടു പറഞ്ഞു. യെസ്, അത് തന്നെയാണ് ഞാനും പറയുന്നത്. മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞപ്പോൾ അത് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരിശോധനയിലാണ് ഇപ്പോൾ ഉള്ളത്. പരിശോധനയിൽ ഇക്കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് EPF-കാരെ പരിശോധനയുടെ ഭാഗമായി തന്നെ ഒഴിവാക്കുന്ന ഉത്തരവ് വരും. അതുപോലെ ഇനി ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങിയിട്ടുള്ളവർ ആരാണോ അത് ആധാർ ലിങ്ക് ചെയ്യുമ്പോൾ മാത്രമാണല്ലോ നമുക്ക്. അതിനാണ് ഇന്ന് ധനകാര്യമന്ത്രി പറഞ്ഞത് അത് കാലതാമസം ഒഴിവാക്കാൻ ഞങ്ങൾ അദാലത്ത് നടത്തും. ചില കാര്യങ്ങളിൽ ആദ്യം ഊന്നിക്കൊണ്ട് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകാം. ഒരു മിനിറ്റ്. ഒന്നാമതായി 21-ാം തീയതിയിലെ കത്ത്, അതിന് കൃത്യമായൊരു മറുപടി നിങ്ങളുടെ ആരുടെയും ഭാഗത്ത് നിന്നില്ല സാർ. ഇന്നിപ്പോ 18-ാം തീയതിയാണ് ഈ കാര്യം പറയുന്നത്. നാളെ 10 മണിക്കുള്ളിൽ ഈ അപാകത തീർക്കുമെന്ന്. അല്ല, 21-ാം തീയതി കത്ത് എന്ന് പറയുന്ന ഗൈഡ് ലൈനാണ്. പെൻഷൻ നിഷേധിച്ച ഉത്തരവല്ലാതെ. പെൻഷൻ നിഷേധിച്ച ഒരു ഉത്തരവ് ആർക്കും വന്നിട്ടില്ല. 21-ാം തീയതി ആർ ചന്ദ്രശേഖരൻ കത്ത് കൊടുത്തതിന്റെ കാര്യമാണ് പറയുന്നത്. ഡിസംബർ 21-ന് ഈ കാര്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് അത് ബോധ്യപ്പെട്ടു. അവിടെ അടച്ചു വെച്ചു. ഇല്ല, അങ്ങനെയല്ല. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ അദ്ദേഹം കത്ത് കൊടുത്ത് പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തി. അതുകൊണ്ടാണല്ലോ അദാലത്ത് വെച്ച് പരിശോധിക്കുമെന്ന് ധനകാര്യമന്ത്രി പറയുന്നത്. അത് രണ്ടും രണ്ടല്ലേ. ഒന്ന്, ഓണം അങ്ങ് പറഞ്ഞ ഘട്ടം ധനമന്ത്രി വിശദീകരിച്ചത് ഈ ഓണം, ക്രിസ്മസ്, ആ ഘട്ടത്തിൽ ഈ കുടിശ്ശിക മുഴുവൻ അടച്ച് തീർക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ്. എന്നിട്ടാണ് ഈ അദാലത്ത് അടക്കമുള്ള കാര്യങ്ങളിലൂടെ ഇനിയും പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് പറഞ്ഞത്. അതൊരു പ്രക്രിയ. ഈ 21-ാം തീയതി നടന്ന മറ്റൊരു കാര്യം ആണോ അല്ലയോ അദാലത്തിന്റെ കാര്യം ആണോ മുഖ്യമന്ത്രി EPF വിഷയം നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയോ? ഇല്ല, വേണു ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്ക്. അല്ല വേണു, കൃത്യതയോടുകൂടി കാര്യം മനസ്സിലാക്കൂ. നമ്മൾ പറഞ്ഞത് ഗൈഡ് ലൈൻ. ഇപ്പോൾ ഓണത്തിന് മുഴുവൻ പേർക്കും പെൻഷൻ കൊടുത്തു. അത് ഷിബു അതിനെ വ്യാഖ്യാനിച്ചത് എന്തെന്ന് വെച്ചാൽ പാർട്ടിക്കാർ കൊണ്ടുപോയി കൊടുത്തു. സഹകരണ ബാങ്ക് വഴിയാണ് കൊടുത്തത്. LDF UDF നോക്കിയിട്ടല്ല. എല്ലാ സഹകരണ ബാങ്കുകളെ നിശ്ചയിച്ചത്. സഹകരണ ബാങ്കുകൾ അവർക്ക് ഇഷ്ടമുള്ള അവരുടെ പ്രവർത്തകരെ കൊണ്ടാണ് കൊടുപ്പിച്ചത്. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ ഷിബു ബേബി ജോൺ പറഞ്ഞൊരു കാര്യമുണ്ട്. മുൻ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ വകുപ്പിൽ അടക്കം എടുക്കുന്ന തീരുമാനങ്ങൾ തൊട്ടടുത്ത ദിവസം CTU നേതൃത്വം അറിയുകയും കലാപക്കൊടിയുമായി ഇറങ്ങുകയും ചെയ്യാറുണ്ട് എന്ന്. എന്തേ നിങ്ങളുടെ മന്ത്രിസഭയുടെ തീരുമാനത്തിൽ നിന്ന് ഘടകവിരുദ്ധമായ LDF-ന്റെ നിലപാടിന് ഘടകവിരുദ്ധമായ ഒരു ഉത്തരവിറങ്ങിയിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടാതെ പോയതല്ല, പെട്ടതായി നടിച്ചിട്ടില്ല. അത് തന്നെയാണ് വേണു ഞാൻ പറയുന്നത്. അല്ല വേണു, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഉത്തരവ് പെൻഷൻ നിഷേധിച്ചുകൊണ്ട് ഉത്തരവ് ഇനിയും ഇറങ്ങിയിട്ടില്ല. ശരി, ഗൈഡ് ലൈൻ മാത്രമാണ്. പെൻഷന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ പിന്നെ നാളെ ഇറങ്ങിയിട്ടുള്ളൂ. ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ പിന്നെ നാളെ എന്തിനത് തിരുത്തുന്നു? ആ ഗൈഡ് ലൈനിൽ വന്ന ഗൈഡ് ലൈനിൽ വന്ന EPF പെൻഷൻകാരുടെ കൂടി അത് ഡീലിംഗ് ചെയ്യാന്നുള്ളതാണ് തിരുത്തുന്നത്. ഗൈഡ് ലൈൻ ആണ് തിരുത്തുന്നത്. ആയിക്കോട്ടെ, ആ 21-ാം തീയതി ഗൈഡ് ലൈൻ എന്തുകൊണ്ട് തിരുത്തപ്പെട്ടില്ല? ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ 18-ാം തീയതിയിലേക്ക് അതെന്തുകൊണ്ട് വലിച്ചു നീട്ടപ്പെട്ടു? നിങ്ങളടക്കമുള്ളവർ എന്തുകൊണ്ട് അത് അറിയാതെ പോയി? CITU അടക്കം എന്തുകൊണ്ട് അത് അറിയാതെ പോയി? ഇപ്പോ 10 ദിവസം ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കാമെന്ന താങ്കളുടെ ഇച്ഛാശക്തി നടന്നല്ലോ. എന്തേ ഈ പറയുന്ന ഒരു മാസത്തോളമായി ഇങ്ങനെ ഒരു ഗൈഡ് ലൈനിൽ ഒരു അപാകത ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന്റെ കാര്യത്തിൽ ആ പ്രത്യേക താല്പര്യം ഉണ്ടായില്ല? അപ്പോൾ അതൊരു അടച്ചു വെച്ച് നടപ്പാക്കാനുള്ള എന്തോ ഒരു ഗൂഢപദ്ധതിയായിരുന്നുവെന്ന് ആരെങ്കിലും എതിർപ്പ് പറയുകയാണെങ്കിൽ അത് അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ ഒരു ഗൂഢപദ്ധതിയുമില്ല. ഗവൺമെന്റ് പരിശോധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നിങ്ങളെല്ലാം ഇപ്പോഴാണ് അത് വളരെ സജീവ ചർച്ചയായി വന്നപ്പോൾ ഗവൺമെന്റ് ഉത്തരവ് തന്നെ ഇറക്കാൻ തീരുമാനിച്ചു. ഒരു ഗൂഢലക്ഷ്യവുമില്ല.
ശ്രീ ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാട്ടിയത് ഏതാണ്ട് 5.5 ലക്ഷത്തോളം പേർ ഈ രേഖകൾ സമർപ്പിക്കാതിരിക്കുന്നത് അവരെ നിസ്സഹായതയിലാക്കുന്ന മറ്റു പോരായ്മകളും ഈ ഗൈഡ് ലൈൻ ഉണ്ട് എന്നതുകൊണ്ടാണെന്ന് പറയുന്നു. മാത്രമല്ല അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കാര്യവും പറയുന്നു, ഈ ക്ഷേമ പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും അല്ലേ, അത് രണ്ടും കൂടെ യോജിപ്പിക്കരുത് എന്ന്. അത് രണ്ടും രണ്ടാണ് എന്ന്. ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ ഒന്ന്, അതുകൊണ്ട് തന്നെ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്നു എന്നതുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ നിന്ന്, സാമൂഹ്യക്ഷേമ പെൻഷനിൽ നിന്ന് അയോഗ്യരായി മാറ്റി നിർത്തപ്പെടുന്നു എന്ന് പറയുന്ന അവസ്ഥ വരരുത് എന്ന് പറയുന്നു. അതെ, നമ്മുടെ ധനകാര്യമന്ത്രി തന്നെ അത് ക്ലാരിറ്റിയോടെ പറഞ്ഞല്ലോ. ഈ അംശാദായം ഉള്ള ക്ഷേമനിധികൾ, അത് ഹെല്ലോഡാണെങ്കിലും നിർമ്മാണമാണെങ്കിലും മോട്ടോറാണെങ്കിലും അവരുടെ പൈസ കൊണ്ട് പെൻഷൻ കൊടുക്കുന്നതിന് ഗവൺമെൻറ് തടസ്സമില്ല. ആ പെൻഷൻ കൊടുത്തുകൊള്ളട്ടെ. സാമൂഹ്യ സുരക്ഷ ഗവൺമെൻറ്റിൻ്റെ പണം കൊണ്ട് കൊടുക്കുന്ന പെൻഷനാണ് ഇവിടെ ശ്രീ മേരി അദ്ദേഹം സൂചിപ്പിച്ചത്, ശ്രീമതി മേരി സർ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ്റിൻ്റെ പണം കൊണ്ട് കൊടുക്കുന്ന പെൻഷനാണ് ഒന്നിൽ കൂടുതൽ ഒരാൾ വാങ്ങാൻ പാടില്ല തീരുമാനിക്കുന്നത്. തൊഴിലാളിയുടെ അംശാദായം വഴി വരുന്ന പെൻഷൻ കൊടുക്കുന്നതിന് നമുക്ക് തർക്കമില്ല, അത് തുടരും, അതിന് യാതൊരു തടസ്സവുമില്ല. ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞത് അതാണ്, അത് തുടരും. അതിനകത്ത് ഒന്നും ഒരു പ്രശ്നമില്ല. EPF സ്റ്റാറ്റ്യൂട്ടറി ആണ്, അത് തുടരും. ശ്രീ ഷിബു ബേബി ജോൺ ഒരെണ്ണത്തിൽ കൂടുതൽ ഒരാൾ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞത്. അംശാദായത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ അത് ഉള്ളവർക്കും വികലാംഗർക്കും ഈ ഒന്നിലധികം പെൻഷൻ എന്ന് പറയുന്നത് തടസ്സമല്ല എന്ന് വെച്ചാൽ മനസ്സിലാക്കുന്നിടത്തോളമാണെങ്കിൽ ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അതുപോലെ തന്നെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അങ്ങനെ വളരെ പരിമിതമായിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. 2-3 വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. തൃപ്തികരമാണോ ശ്രീ ഷിബു ബേബി ജോൺ ഈ മറുപടി? ഒരിക്കലും അല്ല. ബഹുമാനപ്പെട്ട ശ്രീ മേഴ്സിക്കുട്ടിയെ പോലെ ഒരു സീനിയർ നേതാവ്, ട്രേഡ് യൂണിയൻ നേതാവ് പറയല്ലേ. കാരണം സ്വന്തം അംശാദായം വെച്ച് അല്ലെങ്കിൽ സ്വന്തം ഫണ്ട് വെച്ച് പെൻഷൻ കൊടുക്കാൻ പ്രാപ്തമായിട്ടുള്ളത് 2-3 ബോർഡുകളാണ്. അത് ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ കശുവണ്ടി തൊഴിലാളികളും പരമ്പരാഗത തൊഴിലാളികൾക്ക് എല്ലാം പെൻഷൻ കൊടുക്കുന്നത് ഗവൺമെന്റ് തന്നെ. അവരുടെ അംശാദായമൊക്കെ ഉണ്ടെങ്കിലും ആ വെൽഫെയർ ബോർഡുകൾക്ക് സ്വന്തമായി സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുകയാണ്. അതായത് ഇപ്പൊ പറഞ്ഞ വെച്ച് ഇനി അങ്ങനെയുള്ള ക്ഷേമനിധി ബോർഡുകളുടെ ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് മറ്റ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കത്തില്ല എന്നാണ് ഇപ്പൊ സമ്മതിച്ചിരിക്കുന്നത്. അത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാവും. അതൊക്കെയാണ് ഞാൻ പറയുന്നതിലെ ഒളിച്ചുകളി, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നോക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വേണു. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഒരു നിയമസഭ രേഖ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞിരിക്കെ ബഹുമാനപ്പെട്ട തോമസ് ഐസക് ഇടപെട്ടുകൊണ്ട് ഈ പാവപ്പെട്ട ഒരു 2 പെൻഷൻ വാങ്ങിച്ചെന്നുള്ളത് കൊണ്ട് എന്ത് പ്രശ്നമാണ്, അവർക്കത് കൊടുക്കണമെന്ന് നിയമസഭയിൽ പറഞ്ഞത് നിയമസഭ രേഖയുള്ളതുമാണ്. അങ്ങനെ നിലപാടെടുത്തവർ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഒരു ഭൂതോദയം ഉണ്ടായി. അവർക്ക് പരമ്പരാഗത മേഖലയിലെ എല്ലാ ക്ഷേമനിധി ബോർഡും കടക്കണിയിലാണ്, അവർക്ക് സ്വയം അല്ലെങ്കിൽ പര്യാപ്തതയില്ല, അത് ഗവൺമെന്റ് കൊടുക്കുന്നതായതുകൊണ്ട് അവർക്ക് ഇനി സാമൂഹിക പെൻഷൻ നിഷേധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പല്ലേ, ഏറ്റവും വലിയ ക്രൂരതയല്ലേ. അതെന്താണെങ്കിലും തുറന്ന് സമ്മതിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പൊ പുറത്തു വന്നേ. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകാൻ, ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം.